കൂടെ കല്യാണിയുണ്ട്. അദ്ദേഹം രാത്രി മൂത്ത മകനെയും മരുമകളെയും കാണാൻ പോയതാ. മറ്റുള്ളവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? വാ 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 കല്യാണി വാ. അച്ഛാ, ഇതെന്താ നിങ്ങളാരും കിടന്നില്ലേ? അച്ഛൻ ബ്രോയുടെ അടുത്തേക്ക് പോയതായിരുന്നെങ്കിൽ അച്ഛനെ ഞങ്ങളോടൊന്ന് പറഞ്ഞിട്ട് പൊക്കിടായിരുന്നോ? ഞങ്ങൾ എത്രത്തോളം ഭയപ്പെട്ടു എന്നറിയോ? എനിക്ക് വിശക്കുന്നു, ആഹാരം വേണം. അതുകൊണ്ട് ഞാൻ കല്യാണി വിളിക്കാൻ പോയതാ. ചെല്ല് മോളെ, ചെല്ല് ചെല്ല്. മോളെ ചെല്ല് 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 ചെല്ല്. ഇദ്ദേഹത്തിനിവിടെ ആഹാരം കൊടുക്കാൻ ആരുമില്ലെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? ഇളയ മരുമകൾ ആഹാരം കൊടുത്താലൊന്നും ഇദ്ദേഹത്തിന് തൃപ്തി വരില്ല. കൈപ്പുണ്യമുള്ള മൂത്ത മരുമകൾ തന്നെ വേണം. അഖിലാണ്ടേശ്വരി ഇല്ലാതായതോടെ ഇവിടത്തെ കാര്യങ്ങൾ പോകുന്നത് മറ്റൊരു വഴിക്കാ. കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. മോളെ വേഗം, വിശക്കുന്നു. മതി 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 മതി. കല്യാണി, നല്ല രുചി. പതുക്കെ കഴിച്ചാ മതി, ഞാൻ ചൂടോടെ ചുട്ടോണ്ട് വരാം. രുചിയുള്ള ആഹാരം. വിശക്കുമ്പോ ഇതുപോലുള്ള ഭക്ഷണം വേണം കഴിക്കാൻ. നല്ല വാ, നല്ല ചൂട് ദോശയും ചട്നിയും. വാ വാ. മോനെ, നീ വന്നോ? ആരെ കേൾക്കും? നല്ല രുചിയാ.
വേണ്ട ചാ, ഞാൻ കഴിച്ചതാ. നല്ല രുചിയുള്ള ദോശ ചട്നി. അവരെ ഞാൻ വിളിച്ചതാ, ആർക്കും വേണ്ട. നല്ല ചൂടുള്ള ദോശ. ഇട്. എനിക്ക് മതിയായി, തൃപ്തിയായി. വയറ് മാത്രം നിറഞ്ഞ പോരല്ലോ, മനസ്സും നിറയണ്ടേ. ഇപ്പോ വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇപ്പോഴാണ് തൃച്ചമ്പലത്തെ കിച്ചണിൽ ഒരു ഐശ്വര്യം വന്നത്. കല്യാണി, ഇനി നീ എങ്ങോട്ടും പോകാൻ പാടില്ല. ഇവിടെ തന്നെ ഉണ്ടാവണം. എല്ലാവരും വേണം. അതാണ് കുടുംബത്തിന്റെ വെളിച്ചം. ഇനി മുതൽ കല്യാണി ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ തീരുമാനമല്ല, അഖിലയുടെ തീരുമാനമാണ്. ഈ ചേച്ചി എന്താ ഇത്ര താമസിക്കുന്നത്? ഇനി വരില്ലേ? വരില്ലെങ്കിൽ അതെന്നോട് വിളിച്ച് പറയുമായിരുന്നല്ലോ. എന്നാ ശരി ചേച്ചി. ശരി. ചേച്ചി കാത്തിരുന്ന് മുഷിഞ്ഞു അനിയൻകുട്ടാ. ആഹാരം കഴിച്ചോ? ഇല്ല ചേച്ചി, വലിയ കുഞ്ഞ് അകത്തുണ്ട്. രണ്ടുപേരും വരൂ, ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട, വിശപ്പ് തീരെയില്ല. നിനക്ക് ഇന്നൊരു രാത്രിയെങ്കിലും അവിടെ നിൽക്കായിരുന്നു. ഓ, നിന്നോട് നിൽക്കാൻ ആവശ്യപ്പെട്ടത് എന്റെ അച്ഛനാണല്ലോ. അദ്ദേഹം ഒരു മനോരോഗി കൂടിയാ. ഭ്രാന്തന്മാർ പറയുന്നത് എന്തിനു കേൾക്കണമല്ലേ? സ്വന്തം അച്ഛന്റെ അവസ്ഥ കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ട ഗതികേട് വന്നൊരു മകനാ ഞാൻ.
സ്നേഹം മാത്രം ആ മനുഷ്യന്റെ ഉള്ളിൽ എല്ലാവരോടും. നിനക്കെന്നും ഒരു തണലായി നിന്ന് നിന്നെ മരുമകളായി അംഗീകരിച്ച മനുഷ്യൻ. എന്നിട്ടും ഓ, നിന്റെയൊക്കെ പകയും പ്രതികാരമൊക്കെ തീരണമെങ്കിൽ എതിരാളികൾ മരിക്കണമല്ലേ? വാക്കുകൾ കൊണ്ടുപോലും ആരെയും മുറിവേൽപ്പിക്കാത്ത ഒരച്ഛന്റെ മകനാ ഞാൻ. നിയന്ത്രണം വിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയാ പിന്നെ ഞാൻ തന്നെ വേദനിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. നേരം വെളുക്കുമ്പോ നിന്നെ അവിടെ കണ്ടില്ലെങ്കിൽ എന്താ ചേച്ചി ഇതൊക്കെ? വല്ലുഞ്ഞ് പറഞ്ഞത് ശരിയല്ലേ? ചേച്ചിക്ക് ഇന്ന് രാത്രിയെങ്കിലും അവിടെ നിന്നൂടായിരുന്നോ? വല്ലുഞ്ഞ് പറഞ്ഞതുപോലെ ചേച്ചി അവിടെ കണ്ടില്ലെങ്കിൽ ശിവരാം സാറിന് ദേഷ്യം കൂടത്തല്ലേ ഉള്ളൂ. എനിക്ക് സങ്കടമുണ്ട് ചേച്ചി. ചേച്ചി പലതും മറക്കുന്നു. ഒന്നും മറന്നിട്ടില്ല. മറക്കാൻ ശ്രമിക്കുക. ആ, നീ വാ. നമോ നമഃ ശിവായ. നമോ നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. ഓം നമോ നമഃ ശിവായ. അഖില ഇവിടെ കാണാൻ അസാധ്യത കൂടുതൽ. ഇവിടെ ഏത് മുറിയിലാണാവോ ഒളിച്ചിരിക്കുന്നത്? എന്തായാലും എല്ലാവരും ധ്യാനത്തില. ഇപ്പൊ തിരയാൻ പറ്റിയ സമയം. നമഃ ശിവായ. എഴുന്നേറ്റോളൂ. ജഗദീശ്വര. ആ, ഇനി കർമ്മങ്ങളിലേക്ക് ഇറങ്ങും. ആ സ്വാമി, ഈ VIP-കളൊക്കെ താമസിക്കുന്ന മുറികൾ ഏതാ? അത് ഇവിടുന്ന് നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞ് 4ാമത്തെ മുറി. ഇവിടുന്ന് പോയാ മതിയല്ലേ? ശരി ശരി, ഓ, ആയിക്കോട്ടെ. ശരി, ആയിക്കോട്ടെ. ചേട്ടാ, എവിടെ പോയിരിക്കും? വിലാസിനി. അയ്യോ ഗുരുജിയോ. ഗുരുജി നമസ്കാരം. നമസ്കാരം. അല്ല, ഇതെപ്പോ വന്നു? വന്നിട്ട് എന്താണാവോ അവിടെ തന്നെ നിന്നത്? എന്നെ കാണാൻ വന്നതല്ലേ? അയ്യോ, ഗുരുജിയെ കാണാനല്ലാതെ ഞാൻ എന്തിനാ വെറുതെ ആശ്രമത്തിലേക്കൊക്കെ വരുന്നേ? അല്ല, ചിലരൊക്കെ എന്നെ കാണാൻ ശ്രമിക്കാതെ
ആശ്രമങ്ങൾ കണ്ട് മടങ്ങാനും വരാറുണ്ട്. ആ അയ്യോ, ഞാൻ ഗുരുജിയുടെ ഈ ആശ്രമവും പരിസരവും ഒക്കെ ആദ്യമായിട്ടാ കാണുന്നേ. അതുകൊണ്ട് ഇങ്ങനെ നോക്കി നിന്നുപോയി. അല്ല, പിന്നെ ഞാൻ ഈ വഴി പോയപ്പോ ഗുരുജിയെ കുറിച്ച് ഓർത്തു. ഗുരുജി ഒത്തിരി ദിവസമായാലും അങ്ങോട്ടൊക്കെ വന്നിട്ട്. പിന്നെ അഖിലേച്ചി മരിച്ചിട്ട് പോലും ഗുരുജി ആ ഭാഗത്തോട്ടൊന്നും കണ്ടതേയില്ല. ആത്മാവില്ലാത്ത ശരീരം ജീർണവസ്ത്രം പോലെ മലിനമാണ്. അത് കത്തിച്ചു കളയാനേ പറ്റൂ. കത്തിച്ചു കളയേണ്ട ശവത്തെ ഞാനെന്തിന് കാണാൻ വരുന്നു? അയ്യോ, എന്റെ അഖിലേച്ചി പോയതോടെ എല്ലാം തകർന്നില്ലേ ഗുരുജി? ആ അഖിലേച്ചി ഇല്ലാത്ത വീട് ഒരു ശവപ്പറമ്പ് പോലെയാ ഗുരുജി. വല്ലാത്തൊരു മൂകത. ആരും ഒന്നും മിണ്ടുന്നില്ല. ആർക്കും ആരോടും ഒന്നും പറയാനും ഇല്ല. ആ തറവാട് നശിച്ചു ഗുരുജി. ശിവരാമേട്ടന്റെ അവസ്ഥ ഗുരുജി അറിഞ്ഞോ? ഇല്ല. ശിവരാമൻ എന്തു പറ്റി? ശിവരാമേട്ടന്റെ മനോനില തെറ്റി. ദേ, ഇപ്പൊ തനി ഭ്രാന്തന്മാരെ പോലെ തന്നെയാ. ഏത് നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ നടപ്പാ. അതിനിടയ്ക്ക് വായി തോന്നുന്നതെല്ലാം വിളിച്ച് പറയുകയും ചെയ്യും. അഖിലേച്ചി മരിച്ച അതേ ദിവസം തുടങ്ങിയതാ. എന്റെ അഖില മരിച്ചിട്ടില്ല, അവൾ ഇപ്പൊ വരും, അവൾ ഇപ്പൊ വരും എന്നും പറഞ്ഞ് കാത്തിരിക്കുവാ. ശിവരാമേട്ടനെ കണ്ടിട്ട് ഞങ്ങളുടെയൊക്കെ ചങ്ക് തകരുവാ ഗുരുജി. അഖിലയും ശിവരാമനും തമ്മിൽ അത്രയേറെ ഹൃദയബന്ധമായിരുന്നു എന്നല്ലേ അതിനർത്ഥം? അഖിലേച്ചി മരിച്ചു, ശിവരാമേട്ടന് ഭ്രാന്തുമായി, മക്കള് രണ്ടും രണ്ട് വഴിയും ആയി. തകർന്നില്ലേ എല്ലാം? ഇത് മരിച്ചത് അഖിലയല്ല എന്നറിഞ്ഞിട്ടുള്ള വരവാണല്ലേ? ശിവരാമന്റെ ഈ അവസ്ഥ അഖില എങ്ങനെയാണെന്ന് അറിയിക്കുക? ഗുരുജി എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ശിവരാമന്റെ ഈ അവസ്ഥയെപ്പറ്റി ആലോചിച്ചങ്ങനെ നിന്നുപോയതാ. എന്തു ചെയ്യാം? ദൈവ തീരുമാനങ്ങളെ ശിരസാവഹിച്ചല്ലേ പറ്റൂ. ഇതൊന്നും വന്നു ചേർന്നതല്ലല്ലോ ഗുരുജി, വരുത്തിക്കൂട്ടിയതല്ലേ. കല്യാണി കൊടുത്ത ആ കേസിൽ നിന്നല്ലേ ഇതിന്റെയൊക്കെ ആരംഭം. അവൾ ഒറ്റ ഒരുത്തിയല്ലേ ഞങ്ങളുടെ കുടുംബത്തിനെ തകർത്തത്. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചേ പറ്റൂ വിലാസിനി. അതിന് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. വിലാസിനിയുടെ ആഗമനോദ്ദേശം കഴിഞ്ഞെങ്കിൽ മടങ്ങാം. എനിക്ക് പൂജയ്ക്കുള്ള സമയമായി. അയ്യോ, ഗുരുജിയുടെ പൂജ നടക്കട്ടെ, ഞാൻ പോവാ. കല്യാണി, 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 നീ എന്താ ചെയ്തത്? എന്നോട് ഒരു വാക്കുപോലും പറയാതെ നീ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നല്ലേ? അച്ഛാ, അത് നീ സംസാരിക്കണ്ട. നീ ഒറ്റ ഒരുത്തനാ കല്യാണി അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. രാവിലെ എനിക്ക് ഗ്രീൻ ടീ വേണ്ടേ? അതാര് അവിടെ? എനിക്ക് ആരുണ്ട്? അഖില അവിടെ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പൊ എന്നോട് കാണിക്കുന്ന ഒരു ധിക്കാരമല്ലേ അത്? അച്ഛനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്, അച്ഛന് മരുന്ന് കഴിക്കാനുള്ളതാണ്, ഷുഗർ ഉള്ളതാണ്, കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതാണ്. ആ ഒരു വിചാരമല്ല, ആ ഒരു ഉത്തരവാദിത്വം. അവ അവളെ വിളിച്ചോണ്ട് പോന്നിരിക്കുന്നു. അരവിന്ദാണെങ്കിൽ 100 കൂട്ട കാര്യങ്ങൾക്ക് ഓടി കിടക്കും. നന്ദനം അവളുടെ കാര്യങ്ങളുമായി പോകുന്നു.
എടാ മൂത്ത മകനാണെന്ന് പറഞ്ഞാ പോരാ, ആ സ്ഥാനത്തിന്റെ ഉത്തരവാദിത്തം കാണിക്കണം. ഇതുകൊണ്ടൊക്കെ തന്നെ അഖില നിന്നെയൊക്കെ വഴക്ക് പറയുന്നു.